സിനിമ, സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന പുതുമുഖങ്ങളുടെയും ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയും സംഘടനയായ താരോദയത്തിൻ്റെ 4ാം സംസ്ഥാന സമ്മേളനം കല്ലുവാതുക്കൽ സമുദ്രതീരം വയോജന കേന്ദ്രത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. ഇതിനോടനുബന്ധിച്ച് സമുദ്രതീരം ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനം കവി ബാബു പാക്കനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഇന്ന് മലയാളികളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുദിനമാണ്. പൊന്നിൻ ചിങ്ങമാസത്തിലെ 1-ാം ദിവസമാണ് ഇന്ന്. എല്ലാ ദുർചിന്തകളും ഒഴിവാക്കി എല്ലാ അഴുക്കുകളെയും നിർമ്മാർജ്ജനം ചെയ്ത് നമ്മൾ പുതുവത്സരത്തിലേക്ക് കടക്കുന്ന ദിവസമാണ്. മലയാളികളെ സംബന്ധിച്ചോളം കർക്കിടക മാസത്തിലെ അവസാനത്തെ ദിവസം വീടും പരിസരവുമെല്ലാം വെടിപ്പാക്കി വൃത്തിയാക്കി അമ്പും ചുമ്പും എല്ലാം ഒരു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് മൂദേവിയെ വലിച്ചെറിഞ്ഞിട്ട് ലക്ഷ്മിയെ വരവേൽക്കുന്ന ദിവസമാണ്. ലക്ഷ്മി ഐശ്വര്യത്തിൻ്റെ ദേവതയാണ്. ലക്ഷ്മി സർഗാത്മകതയുടെ ദേവതയാണ്. സരസ്വതി ദേവിയും ലക്ഷ്മി ദേവിയും പാർവതിയും ഒക്കെ മഹത്തായ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ശക്തി സ്രോതസ്സാണ്. ദേവതമാരെല്ലാം ചേരുമ്പോഴാണ് ശക്തി സ്വരൂപിണിയായ അന്നപൂർണേശ്വരി എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ആ തരത്തിൽ വളരെ വിശുദ്ധിയാർന്ന ചിന്തകളും സ്വപ്നങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്നൊരു സുദിനമാണ് പൊന്നിൻ ചിങ്ങമാസത്തിലെ 1-ാം നാൾ. ആ ദിവസം തന്നെ താരോദയത്തിൻ്റെ സമ്മേളനം, ഇത് 4ാമത് സമ്മേളനം അല്ലേ അനിലെ? ഇത് 4ാമത് സമ്മേളനമാണ്. ഇതിൻ്റെ ആദ്യ സമ്മേളനം തുടങ്ങുന്ന കാലം മുതലൊക്കെ തന്നെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അനിൽ മാധവും പ്രസന്നനുമൊക്കെ ബിബിനുമൊക്കെ എനിക്കേറെ പ്രിയപ്പെട്ടവരാണ്. ഞാൻ എൻ്റെ യൗവന നാളുകളിൽ സമാന്തര വിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപകനായി പ്രവർത്തിക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ചാത്തന്നൂർ, വർക്കല, പാരിപ്പള്ളി, മടവൂര്, പൂതക്കുളം തുടങ്ങിയിട്ടുള്ള സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ഓടി നടന്ന് പഠിപ്പിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അതോടൊപ്പം തന്നെ കവിതയും നാടകവുമായി വളരെ ആത്മബന്ധം പുലർത്തിയിരുന്ന ഒരാളുമാണ്. നാടകങ്ങൾ എഴുതുകയും അത് സംവിധാനം ചെയ്ത് അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പരിപാടി. അതോടൊപ്പം തന്നെ അനിൽ മാധവ് പറഞ്ഞതുപോലെ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിൽ വലിയ താല്പര്യം കാണിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ നാട്ടിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സ്ഥാപിക്കുന്നതിന് മാത്രമല്ല, പരിസര മേഖലകളിലൊക്കെ തന്നെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സ്ഥാപിക്കുന്നതിലും ഗ്രന്ഥശാല പ്രവർത്തന ശക്തിയായി കൊണ്ടുപോകുന്നതിലുമൊക്കെ സമയം കണ്ടെത്തിയിരുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങളുടെ നാട്ടിലെ വായനശാലയിൽ നിന്ന് കിട്ടാവുന്നിടത്തോളം പുസ്തകങ്ങളെല്ലാം എടുത്ത് വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. 6ാം ക്ലാസ് 7ാം ക്ലാസ് ആകുന്ന കാലം മുതലേ പുസ്തകങ്ങളുമായിട്ടുള്ള എൻ്റെ ഒരു ചങ്ങാത്തം, അത് പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ഒരു വായനശാലയിലെ ലൈബ്രറിനെ ഞാൻ മാറുന്നതോടെ ആ വായനശാലയിലുള്ള ഒട്ടുമിക്ക പുസ്തകങ്ങളും വായിക്കുവാൻ എനിക്ക് അവസരം ഉണ്ടാവുകയാണ്. അപ്പോൾ അന്ന് പൈങ്കിളി നോവലുകളും ഡിറ്റക്റ്റീവ് നോവലുകളും ഒക്കെ വളരെ താല്പര്യപൂർവ്വം അന്നത്തെ തലമുറ വായിച്ചിരുന്നൊരു കാലഘട്ടമുണ്ട്. ഇന്നത്തെ പോലെ സീരിയലോ സിനിമയൊന്നും അത്ര സാർവത്രികമല്ല. 70കളും 80കളും എന്ന് പറയും. ടെലിവിഷൻ ഒട്ടുമേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സീരിയൽ അതുപോലുള്ള കലാരൂപങ്ങൾ കാണാൻ അന്ന് ഒരു സാധ്യതയുമില്ല. അന്നത്തെ കലാകാരന്മാരെ സംബന്ധിച്ചോളം, അഭിനേതാക്കളെ സംബന്ധിച്ചോളം, നടന്മാരെ സംബന്ധിച്ചോളം, എഴുത്തുകാരെ സംബന്ധിച്ചോളം നാടകമാണ് പ്രധാനപ്പെട്ട ഒരു കലാരൂപം. കവിത, കഥ, നോവൽ
അതിൻ്റെയൊക്കെ ഒരു ദൃശ്യാവിഷ്കാരം, ചൊൽക്കാഴ്ചകൾ ഒക്കെ അടങ്ങി വരുന്ന നാടകം. ആ ചൊൽരൂപങ്ങൾ അല്ലെങ്കിൽ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ നാടകം, കഥകളി, ഓട്ടംതുള്ളൽ, നൃത്തം, നാട്യം, അങ്ങനെ വരുന്ന ഒരുപാട് ശാഖകളുണ്ട്. അപ്പോൾ അതിലൊക്കെ കലാകാരന്മാർ അഭിനയിക്കുന്നൊരു കാലം. അപ്പോൾ അത്രയൊക്കെ മേഖലകളേ ഉള്ളൂ. ഇന്നതല്ല. ഇന്ന് സിനിമ ഏതൊരാൾക്കും എടുക്കാൻ കഴിയുന്നൊരു തലത്തിലേക്ക് കാര്യം പോയിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ സന്നാഹങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് മൊബൈൽ കൊണ്ട് ഒരു സിനിമ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു തലമാണ്. നമ്മളെ കൂടെ തിരക്കഥ എഴുതാൻ, നമുക്ക് തന്നെ തിരക്കഥ എഴുതാനും സംവിധാനം കഴിയുമെന്നുണ്ടെങ്കിൽ, കുറച്ച് ആർട്ടിസ്റ്റുകൾ കൂടി സഹകരിക്കുമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൊച്ച് ഡോക്യുമെൻ്ററി എടുക്കാൻ കഴിയും, അല്ലെങ്കിൽ കൊച്ച് ഷോർട്ട് ഫിലിം എടുക്കാൻ കഴിയും. ആ തരത്തിലാണ്. അപ്പോൾ അത്രമാത്രം സാധ്യതയുള്ളൊരു കാലമാണ്. എന്നാൽ 10, 40, 50 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാലം അങ്ങനെയല്ല. നല്ല ഒന്നാം തരം സംഘാടക മികവ് പുലർത്തിയെങ്കിൽ മാത്രമേ നല്ല ഒന്നാം തരം ഒരു നാടകം നമുക്ക് അവതരിപ്പിക്കാൻ പറ്റൂ. നല്ല രചന മാത്രമായതുകൊണ്ടൊക്കില്ല, സംഘാടന മികവ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു നാടകം നമുക്ക് അവതരിപ്പിക്കാൻ പറ്റൂ. നല്ല കലാരൂപങ്ങൾ അങ്ങനെ അവതരിപ്പിക്കാൻ പറ്റും. സംഘാടക മികവ് കൂടി വേണം. ഒരു സംഘാടകൻ അതിൻ്റെ പിന്നിൽ വേണം. ഏതൊരു സംഘടനയും പിന്നിൽ നല്ല ഒരു സംഘാടകൻ വേണം എന്നുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. ഏതെങ്കിലും തന്നെ സംഘടനാപരമായ പിഴവ് വന്നു പോയാൽ, ആ സംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ ചില ട്രൂപ്പുകൾ, ചില സംഘടനകൾ, ചില പ്രസ്ഥാനങ്ങൾ തകർന്ന് തരിപ്പണമായി പോകും. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ, നമ്മുടെ സമീപകാല ചരിത്രങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ, ഇന്ത്യ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ, സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലൂടെ കടന്നു വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ഭരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനാണ്. അന്ന് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിട്ട് ഇന്ത്യയിൽ വന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ AKG ആയിരുന്നു അന്ന് ഭാരതത്തിലെ, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ്. അപ്പോൾ കോൺഗ്രസ് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. ആശയപരമായ സംഘടന, അനിൽ മാധവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, സംഘടനയുടെ സമയത്തുള്ള ചില പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ സമയത്താണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ആശയപരമായ സംഘടനമാണ്. ചൈനീസ് മാതൃക, വിപ്ലവം സൃഷ്ടിക്കുന്നതിന് ചൈനീസ് മാതൃക വേണം, അല്ലെങ്കിൽ റഷ്യൻ മാതൃക വേണം, അല്ലെങ്കിൽ ഫ്രഞ്ച് മാതൃക വേണം, ക്യൂബൻ മാതൃക വേണം. അങ്ങനെ വ്യത്യസ്തമാർന്ന വിപ്ലവ മാതൃകകളുണ്ട്. ആ വിപ്ലവം ഓരോ ദേശത്തും, ചൈനയിലെ വിപ്ലവം നയിക്കുന്ന നേതാവല്ല റഷ്യയിലെ വിപ്ലവം നയിച്ചിരുന്നത്. അപ്പോൾ അതിനൊക്കെ ഓരോരോ അതിൻ്റെ സാഹചര്യങ്ങളല്ല. ചൈനയുടെ സാഹചര്യമല്ല റഷ്യയിലെ സാഹചര്യം, റഷ്യയിലെയും ചൈനയിലെയും സാഹചര്യമല്ല ഇന്ത്യയിലെ സാഹചര്യം. അപ്പോൾ ആ തരത്തിൽ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾ, മാർക്സിയം ലെനിനിസം അടക്കമുള്ള തത്വസംഹിത ദർശനം ഉൾക്കൊണ്ട് നമ്മുടേതായ രീതിയിൽ അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഉണ്ടായപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിളർന്നു പോയത്, പല കഷണങ്ങളായി പോയത്. ഏറ്റവും കൂടുതൽ വിഭജനം ഉണ്ടായിട്ടുള്ളൊരു പ്രസ്ഥാനമാണ്. ഞാൻ അത്തരം പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ അതിനകത്തുണ്ടാകുന്ന നേതാക്കന്മാർ തമ്മിൽ ഉണ്ടാകുന്ന സംഘടനകളും സംഘർഷങ്ങളും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ തകർത്ത് കളയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വപ്നങ്ങൾ തകർത്ത് കളയുക എന്നുള്ളതാണ്. ആ തരത്തിലാണ് നമുക്ക് അഭയമില്ലാതെ പോകുന്നൊരവസ്ഥയിലൂടെ നമ്മൾ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചരിത്രം പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും. ഏതൊരു സംഘടനയുടെയും മുന്നേറ്റത്തിന് ഐക്യം അനിവാര്യമാണ്. അല്ലെങ്കിൽ അതിനകത്ത് ആശയപരമായ സംഘടന ഉണ്ടാകുകയും അതിൽ നിന്ന് തിളക്കമാർന്ന ആശയത്തിൻ്റെ താരോദയം ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ സംഘടനയ്ക്ക് നിലനിൽക്കാൻ കഴിയും. ആ തരത്തിൽ വേണം നമ്മൾ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ. നമ്മുടെ അഭിപ്രായങ്ങൾ ആരും മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല, മൂടി വയ്ക്കേണ്ട കാര്യമില്ല, അതിനെ തമസ്കരിക്കേണ്ടയും കാര്യമില്ല. അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം. ഒരു സൊല്യൂഷനിൽ എത്തിച്ചേരാൻ കഴിയണം. ആ സൊല്യൂഷൻ എന്ന് പറയുന്ന നാളെ ഇത് നിലനിൽക്കുന്ന തരത്തിലായിരിക്കണം. സംഘടനകൾ നിലനിന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ഒറ്റയ്ക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, കുഞ്ഞുണ്ണി മാഷ് പറയാറുള്ള അതുപോലെ ഒരു ഈർക്കിൽ നമുക്ക് ഒടിക്കാൻ പറ്റും. ഒരുപാട് ഈർക്കിൽ ഇങ്ങനെ ഒന്നിച്ച് കെട്ടി ഒടിക്കാൻ ശ്രമിച്ചാൽ അതിനെ ഒടിച്ചെടുക്കാൻ പറ്റത്തില്ല. ഒരു ചൂലിന് നമുക്ക് ഒടിച്ചെടുക്കാൻ പറ്റത്തില്ല. ചൂലിൽ നിന്ന് ഒരു ഈർക്കിലെടുത്ത് നമുക്ക് നിഷ്പ്രയാസം ഓടിക്കാൻ പറ്റും. പക്ഷേ ആ ചൂല് നമുക്ക് ഓടിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ആ ചൂലായി മാറുമ്പോഴേ ഈ സമൂഹത്തെ വൃത്തിയാക്കാനും നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അതാണ് ആം ആദ്മി പാർട്ടിയുടെ ചിഹ്നം ചൂലായിട്ട് മാറി അവരെടുത്തു. അവരുടെ രീതി എന്തോന്നുള്ളതല്ല ഞാൻ ഈ പറയുന്നത്. കുറച്ച് ഒരു ഈർക്കിലായിട്ട് നമ്മൾ നിന്ന് പോയാൽ അതിനെ ഒടിച്ച് മടക്കി അതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ലാത്ത തരത്തിലേക്ക് അതിനെ മാറ്റിക്കളയാൻ പറ്റും. പക്ഷേ ഒരുപാട് ഈർക്കിലുകൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ അതിനൊരു ശക്തിയുണ്ട്, അതിനെ ഒടിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല
അത് ഈ സമൂഹത്തെ വൃത്തിയാക്കുന്ന ഒരു ഉപകരണമായി മാറുക കൂടി ചെയ്യും എന്നുള്ളതും നിങ്ങൾക്കേവർക്കും ബോധ്യമുള്ള ഒരു സംഗതിയാണ്. ഈ സംഘടനയെ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയണം. അനിൽ മാധവിൻ്റെയും പ്രസൻറ്റിൻ്റെയൊക്കെ നേതൃത്വം അവർക്ക് ഇത്തരം കാര്യങ്ങൾ നന്നായി കൊണ്ടുപോകുന്നതിന് കഴിയുന്ന ആളുകളാണ്. മുൻകാലങ്ങളിലൊക്കെ ഷോർട്ട് ഫിലിമും ഡോക്യുമെൻ്ററിയും ഒക്കെ എടുക്കുവാൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രശംസാർഹമായ തരത്തിൽ തന്നെ അവതരിപ്പിക്കുവാനും അത് നിലനിർത്തുവാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള കലാകാരന്മാരെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും ഒക്കെ തന്നെ അനിൽ മാധവിൻ്റെയും പ്രസൻറ്റിൻ്റെയൊക്കെ നേതൃത്വത്തിൽ പരിശ്രമങ്ങളുണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെ ഏറെ ബോധ്യമുള്ളതാണ്. പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മുടെ കലാകാരന്മാരെ അഭിനന്ദിക്കുന്നതിനും അവരെ പുകഴ്ത്തുന്നതിനും ആദരിക്കുന്നതിനും ഒക്കെ അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനും ഒക്കെയുള്ള ഒരു പരിശ്രമം ഈ താരോദയത്തിൻ്റെ നേതൃത്വം നടക്കുന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന മൊമെൻറ്റോകളൊക്കെ അതിനുള്ള സാക്ഷ്യങ്ങളാണ്, അതിൻ്റെ നേർചിത്രങ്ങളാണ്. അനിൽ മാധവ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പലരും ഇവിടെ ചോദിച്ചിട്ടുണ്ട്, പ്രതിനിധി സമ്മേളനം എന്തിനാണ്, ഒറ്റ സമ്മേളനം മതി, പൊതുസമ്മേളനം മതി എന്നുള്ളതൊക്കെ. അവർക്ക് കൂടെ അറിവിലേക്ക് വേണ്ടിയാണ്. പ്രതിനിധി സമ്മേളനം എന്ന് പറയുമ്പം നമ്മുടെ അംഗങ്ങൾ, മെമ്പർഷിപ്പ് എടുത്ത അംഗങ്ങളുടെ ഒരു കൂട്ടായ്മ, അവരുടെ ചർച്ച, കാര്യങ്ങൾ, അവരുടെ കുടുംബസംഗമമാണ് നമ്മൾ രാവിലെ പ്രതിനിധി സമ്മേളനമായിട്ട് വയ്ക്കുന്നത്. കാരണം അങ്ങനെ ഒരു സാഹചര്യമല്ല ഇവിടെ എന്ന് പറയുന്നത്. നമ്മൾ ഈ വേദിയിൽ ഇവിടെ നമുക്ക് ഇവിടുത്തെ അച്ഛനമ്മമാരുണ്ട്, ഇവിടുത്തെ മറ്റുള്ള സ്റ്റാഫുകളുണ്ട്, പുറത്തുനിന്ന് വന്നവർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രതിനിധി സമ്മേളനമായിട്ട് ഇത് കണക്കാക്കാൻ പറ്റത്തില്ല. എന്നാൽ തന്നെയും ആ ചടങ്ങിൻ്റെ പേരിൽ പ്രതിനിധി സമ്മേളനമാണ്. അപ്പോൾ നമുക്ക് ചർച്ചകളിലെ കാര്യങ്ങൾക്കൊന്നും കടക്കാൻ പറ്റില്ല. നമ്മുടെ സംഘടനയിലുള്ള കാര്യങ്ങളും പ്രവർത്തനങ്ങളും അതിനകത്തുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യണമെങ്കിൽ അത് ഇവിടെ നടക്കത്തില്ല. അതിനാണ് ഈ പ്രതിനിധി സമ്മേളനം സാധാരണ വയ്ക്കുന്നത്. അതൊരു ചടങ്ങായി ഇപ്പോൾ നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. സാധാരണ എല്ലാ സംഘടനകൾക്കും ഉള്ളതാണ് ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ. കാരണം ഒരു സംഘടന എന്ന് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചർച്ചയിൽ വരും. അപ്പോൾ അത് രണ്ട് വിഭാഗങ്ങളായൊക്കെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണ നമ്മുടെ ഒരേ സംഘടനയിലും ചർച്ച ചെയ്യുമ്പോൾ സമ്മേളനം കഴിഞ്ഞിട്ടാണ് പലരും ഉരുത്തിരിഞ്ഞ് വരുന്നത്. പക്ഷേ ഇത് നമ്മുടെ അംഗങ്ങൾ കുറവാണ്. എന്നാലും പറഞ്ഞു പോണതാണ്, സംഘടനയ്ക്ക് സമ്മേളനത്തിന് മുമ്പേ തന്നെ പല ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അത് നമുക്കിതിൽ അതൊരു പ്രശ്നമാക്കി എടുക്കുകയല്ല, അതൊക്കെ ഒന്ന് മനസ്സിൽ നിന്നും എല്ലാവരും ആ വിദ്വേഷങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് സുഭഗ സ്വാഗതം ആശംസിച്ചു. എല്ലാ വർഷവും ഇവിടെ താരോദയത്തിൻ്റെ പ്രോഗ്രാം കാണാനല്ലേ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഈ നാലാമത്തെ വാർഷികമാണിത്. 5ാമത്തെ വാർഷികം നിങ്ങളുടെ പ്രോഗ്രാം ഞങ്ങളെല്ലാവരും വരും കാണാൻ. കേട്ടോ? എല്ലാവരും കേട്ടോ? എല്ലാവരും സുന്ദരക്കുട്ടന്മാരും സുന്ദരിക്കുട്ടികളുമായിട്ടിരിക്കുക. അടുത്ത വർഷം ലേഡീസിന് എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾക്ക് തിരുവാതിര പാടാം, തിരുവാതിര കളിക്കാം, പാട്ട് പാടാം, എന്ത് പ്രോഗ്രാം വേണേലും ചെയ്യാം. അതേപോലെ ഈ ചേട്ടന്മാരും അനിയന്മാർക്കും എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം നിങ്ങൾ ചെയ്യണം. ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാവണം. ഞങ്ങൾ നിങ്ങളുടെ പ്രോഗ്രാം കാണാനായിട്ടിരിക്കും. തെറ്റിട്ട് അത് എല്ലാവർക്കും തെറ്റുമല്ലോ, തെറ്റിക്കോട്ടെ. എന്നാലും നിങ്ങളെല്ലാവരും അടുത്ത വർഷം തയ്യാറായി പ്രോഗ്രാമിന് പങ്കെടുക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രസന്നൻ പാരിപ്പള്ളി, വിപിൻ ദേവാലയം, ഉഷാദ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ഒരു കലാകാരനെ സംബന്ധിച്ച്, ഒരു കലാകാരിയെ സംബന്ധിച്ച് ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും പൂവണിയേണ്ടതായിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് പൂ അണിയോ? ഇതാണ് ഓരോ കലാകാരിയുടെയും കലാകാരൻ്റെയും മനസ്സിലുള്ളത്. പലരും ചോദിച്ചിട്ടുണ്ട്, വെറുതെ എന്തിനാണ് ഇങ്ങനൊരു സംഘടന? എൻ്റെ മറുപടിയാണ്, ഞാനിപ്പോൾ എൻ്റെ മറുപടിയും കൂടെ ചേർത്താണ് സംസാരിക്കുന്നത്. വെറുതെ താരോദയം എന്ന് പറയുന്ന ഒരു സംഘടന കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ആർക്കെങ്കിലും ഉണ്ടോ? കഷ്ടം, വെറുതെ സമയം കളയുന്നു. പലർക്കും അങ്ങനെ ചില സംശയങ്ങളുണ്ട്, അഭിപ്രായങ്ങളുമുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി, ഇത് സിനിമ എന്ന് പറയുന്ന ഒരു മാസ്മരിക മീഡിയ കൊണ്ട് ലോകപ്രശസ്തിയും പണവും വേണം. നമ്മളൊക്കെ ഇപ്പം ഞാനൊക്കെ പ്രസംഗിക്കുമ്പോൾ നമ്മൾ പറയും, പണം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും? പണം ഒരു പ്രധാന ഘടകമാണ്. നമ്മുടെ മുകേഷ് ചേട്ടനോട് ഒരിക്കൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രശസ്തിയും പണവും അത് തന്നെ സിനിമ, അല്ല പിന്നെ എന്തുവാ? മനസ്സിലായില്ല. അദ്ദേഹം കോമഡി എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷേ സിനിമ എന്ന് പറയുന്നത്
സിനിമയെന്ന് പറയുന്നത് ഓരോ കലാകാരനെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ ഒരു കലാകാരൻ, സാറ് നമ്മുടെ പ്രിയങ്കരനായ കവി, നമ്മുടെ നാട്ടിൻ്റെ പാരിപ്പള്ളിയുടെ എക്കാലത്തെയും വലിയ അഭിമാനമാണ് ബാബു പാക്കന്നൂർ സാർ. അദ്ദേഹം എൻ്റെ ഗുരുനാഥനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പൊന്നാട അണിയിക്കാൻ എനിക്ക് സാധിച്ചത് അത് എൻ്റെ ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ, നാടകം പേടകം എന്ന് പറയുന്ന നാടകമുണ്ട് സാറിൻ്റെ. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ പേടകമൊക്കെ എന്ന് പറയുമ്പോൾ എന്താണ് പേടകം എന്താണെന്ന് പോലും അറിയില്ല. പക്ഷെ ഭയങ്കര പേരാണ്. എവിടെ സ്കൂൾ തലത്തിൽ മത്സരിച്ചാലും സാറിൻ്റെ നാടകത്തിന്, രാജൻ കിഴക്കനിലെ സാറിൻ്റെ നാടകങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്ന, ഞങ്ങളൊക്കെ നാടകരംഗത്തൂടെ രാജൻ കിഴക്കനയിലെയും അതുപോലെ ബാബു പാക്കനാർ സാറും ഒക്കെ ഇല്ലായിരുന്നെങ്കിൽ ഈ വേദിയിൽ ഈ സ്ഥാനത്ത് വന്ന് രണ്ടു വാക്ക് പറയാൻ പറ്റില്ലായിരുന്നു. അത് നന്ദിയോടെ സ്മരിച്ചേ പറ്റും. അതൊരു ഗുരുത്വമാണ്. ഇപ്പം ഞാൻ പറഞ്ഞത്, ഈ സിനിമ എന്ന് പറയുന്ന ഈ രംഗത്തേക്ക് കടന്നു വരിക എന്ന് പറയുമ്പോൾ ഈ കടന്നു വന്നവരുടെ ചില അനുഭവങ്ങൾ ഇരിക്കുന്നതിന് മുമ്പ് കാലം കിട്ടണം. പലർക്കും അങ്ങനെയുണ്ട്. എല്ലാവർക്കും പ്രശസ്തി വേണം. ഇന്നത്തെ ഈ ഇതിൻ്റെ, അതായത് ഇന്നത്തെ കാലികമായ കലാ പ്രവർത്തനങ്ങളുടെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്നത് അതായത് മാതാപിതാക്കന്മാരാണ്, രക്ഷകർത്താക്കളാണ്. വെട്ടിപ്പിടിയാണ് ഇവിടെയും. എല്ലാവർക്കും എൻ്റെ മോൻ, എൻ്റെ മോള് മുകളിൽ നിൽക്കണം. അതെ, അതിന് എത്ര പണം വേണം ചിലവാക്കാം, എങ്ങനെ വേണം, 10 സിനിമ എടുക്കണോ, പ്രൊഡ്യൂസ് ചെയ്യാം, സിനിമ എടുക്കണോ, അതല്ല എന്താണ് ഈ ജഡ്ജ്മെൻ്റ് ഉണ്ടല്ലോ, ജഡ്ജിമാരെയൊക്കെ അങ്ങോട്ട് സോപ്പിടുക, പൈസ കൊടുക്കുക, പല പല പിന്നാമ്പുറത്തിലൂടെ പത്രമാധ്യമങ്ങളിലും അതുപോലെ തന്നെ ചാനൽ റിപ്പോർട്ടുകളിലും ഒക്കെ പേര് വരിക, മുഖം വരിക എന്നൊക്കെ പറയുന്നത് വലിയ ഒരു സംഭവമാണ്. പക്ഷേ അതിലൊരു വലിയ അപകടം നിറഞ്ഞിരിപ്പുണ്ട്. അവിടെയാണ്, അവരുടെ ഇടയിലാണ് ഏറ്റവും സാറ് പറഞ്ഞ പോലെ നമ്മൾ സാമ്പത്തിക പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളും പാവപ്പെട്ട ആർട്ടിസ്റ്റുകളുമായ നമ്മൾ പടപൊരുതി ഒരു വലിയ മേഖലയെ വെട്ടിപ്പിടിക്കുവാൻ, അതിലൊരു അംഗമാകാൻ, അതിൻ്റെ ഭാഗമാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് വലിയ കാര്യമാണ്, നിസ്സാരമല്ല. അത്രയും വലിയ ആളുകളോട്, സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന ഏതിനും ശക്തിയുള്ള ആളുകളോട് പോരാടാനാണ്. ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് അനുഭവിക്കുന്ന ഷൂട്ടിംഗ് സെൻറ്ററിൽ ചെല്ലുന്നാലേ മനസ്സിലാവും ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് അനുഭവിക്കുന്ന വിഷമം, ത്യാഗം, കഷ്ടപ്പാടുകൾ. ഞാൻ പറഞ്ഞു വന്നത്, സാറിൻ്റെ വാക്ക് തന്നെയാണ് കടമെടുക്കുന്നത്. ഒരിക്കലും ഒരു സംഘടന, പ്രത്യേകിച്ച് സംഘടനാ തലത്തിൽ സംഘടിച്ച് ശക്തരാവാനാണ് ഗുരുദേവൻ പോലും പറഞ്ഞിരിക്കുന്നത്. സംഘടിച്ച് മാത്രമേ ശക്തരാവാൻ സാധിക്കൂ. ഒറ്റയാൻ പട്ടാളം നടക്കത്തില്ല. അപ്പോൾ ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടണമെന്നാണ് നമ്മൾ പറഞ്ഞത്. മോഹമാണ് നമ്മളെ നയിക്കുന്നത്. മോഹം നയിക്കരുത്. ബുദ്ധി നമ്മളെ നയിക്കണം. വിജ്ഞാനം നമ്മളെ നയിക്കണം. നമുക്കില്ലാതെ പോകുന്നത് അവിടെയാണ്. വിജ്ഞാനം, നമ്മൾ ഇതിനെക്കുറിച്ച് എന്താണ് നമ്മുടെ ഉദ്ദേശം, അതിനെന്ത് വേണം, അതിന് പലരും പഠിക്കാറില്ല, മനസ്സിലാക്കാറില്ല. ദാസേട്ട് ഇപ്പോഴും പറയുന്നതാണ്, ഞാനിപ്പോഴും പ്രാക്ടീസ് ചെയ്യുകയാണെന്നേ. ജലസാധകം 3 മണിക്കൊക്കെ സാധകമാണ്. എന്താണ് ഈ തൊണ്ട അങ്ങോട്ട് തുറക്കുമ്പോൾ ഈ നാദം, സംഗീതധാര, പ്രപഞ്ചത്തിൻ്റെ നാഥൻ്റെ നാദമാണ്. പ്രപഞ്ചത്തിൻ്റെ നാഥൻ, ഈശ്വരൻ്റെ നാദമാണ് വരുന്നത്. ഒരു മനുഷ്യൻ അങ്ങനെ ഒന്നും പെട്ടെന്ന് സാധിക്കത്തില്ല. പക്ഷെ മനുഷ്യൻ്റെ ഉള്ളിൽ ഈശ്വരൻ എത്ര ഇരിക്കുന്നത്രേ. അതുകൊണ്ടാണ് മനുഷ്യൻ ഈശ്വരനാവാൻ സാധിക്കുന്നത്, ഈശ്വരൻ്റെ കഴിവുകൾ കിട്ടുന്നത് എന്നാണ്. അതാണ് കവിയും സംഗീതകാരനും സാഹിത്യകാരനും ഒക്കെ ലോകത്ത് മാറ്റങ്ങളെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത്. അല്ലാതെ വെറുതെ എന്തെങ്കിലും മനസ്സിലാക്കാതെ ഈ എന്താണ് കല, എന്താണ് കലാകാരൻ, എന്താണ് സാമൂഹികമായി കലാകാരനുള്ള പ്രതിബദ്ധത, അവൻ എന്ത് വിചാരിച്ചാൽ എന്തിലൂടെ ഈ സമൂഹത്തെ മാറ്റിമറിക്കാൻ സാധിക്കും എന്നുള്ള സന്ദേശം കൊടുക്കുന്നതാണ് കല. എല്ലാ കലാരൂപങ്ങളുടെയും ഒരു സംയോജന സമ്മേളന സ്ഥാനമാണിത് സിനിമ. ഇപ്പോൾ സിനിമയെ സംബന്ധിച്ച് എല്ലാവർക്കും കാര്യം, അങ്ങോട്ട് മമ്മൂട്ടിയാവാൻ പറ്റില്ല, മോഹൻലാലാവാൻ പറ്റില്ല, അല്ലെങ്കിൽ പഴയ കാലത്ത് ഞങ്ങളുടെയൊക്കെ കാലത്തിലേക്ക് പോയ പ്രേം നസീറോ ജയനോ ഒന്നും ആവാൻ സാധിക്കത്തില്ല. പെട്ടെന്ന് എന്തായിരിക്കും അതിൻ്റെ പിന്നിലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 2 കാര്യങ്ങളോട് പറഞ്ഞ് നിർത്തുകയാണ്. പ്രധാനമായും ഒരു മനുഷ്യൻ, നമുക്കറിയാമല്ലോ, ജൂനിയർ ആർട്ടിസ്റ്റുകളായി ചെല്ലുമ്പോൾ എത്രയോ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവിടെ വന്ന് കിടക്കുകയാണ്. ഈ ഇപ്പോൾ അഭിനയിച്ച് പ്രശസ്തിയും പേരും അതുപോലെ അവാർഡുകളൊക്കെ കിട്ടുന്ന നടീനടന്മാരോ മറ്റ് സാങ്കേതിക വിദഗ്ധരോ ഒക്കെ ഈ രംഗത്ത് വരുന്നതിനും എത്രയോ മുമ്പ് എത്രയോ പേര് ഒരു ചെറിയ വേഷമെങ്കിലും അന്ന് അഭിനയിച്ചെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോറസിലെങ്കിലും ഒന്ന് പാടി എൻ്റെ ശബ്ദം ഒന്ന് പുറത്ത് വന്നത് ഇങ്ങനെ ആഗ്രഹിച്ചു എത്രയോ പേർ ഇതിൻ്റെ പിന്നിൽ കിടക്കുന്നറിയോ? അവരെന്താ മനുഷ്യരല്ലേ?
അവർക്ക് ആഗ്രഹങ്ങളില്ലേ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? പരിശ്രമം ഒരിക്കലും നിർത്തരുത്. പരിശ്രമം നിർത്തിയാൽ തീർന്നു. എന്താ ബാബുബാക്കന്നെ സാർ നിന്ന് കവിത, അദ്ദേഹത്തിൻ്റെ കവിത കേരളമതിയിൽ സപ്ലിമെൻ്ററിയിൽ വന്നു എന്ന് പറഞ്ഞ് കവിത എഴുത്ത് നിർത്തിയോ അദ്ദേഹം? എൻ്റെ കൊച്ചിലെ ഞാൻ കാണുന്ന അദ്ദേഹത്തിൻ്റെ കവിതയും കേട്ടുകൊണ്ടാണ് നമ്മൾ ഉണരുന്നത് തന്നെ. മനസ്സിലായില്ല? അന്നും ഇന്നും ഒരുപോലെ നിൽക്കുകയാണ്. എന്താ കാര്യം? അങ്ങനെ നിന്നാലേ പറ്റുള്ളൂ, അല്ലെ മറന്നു പോകുന്നേ, സർഗശക്തി നഷ്ടപ്പെട്ടു പോകും. ഗായകനാണെങ്കിലും എഴുത്തുകാരനാണെങ്കിലും സംഗീത സംവിധായകനാണെങ്കിലും നടനാണെങ്കിലും നടൻ്റെ മാറ്റൊരുക്കപ്പെടുന്ന നടിയുടെയും. അല്ലാതെ നമ്മൾ ഒരുങ്ങിക്കെട്ടി നടക്കുന്നതിലൊന്നും മാത്രം വലിയ കാര്യമൊന്നുമില്ല. അറിവാണ് കാരണം. നടൻ നോക്കണം, അവൻ്റെ കണ്ണുകളാണ്. സാർ പറഞ്ഞ പോലെ കണ്ണും കരളും കാതും അവൻ്റെ ആയുധങ്ങളാണ്. അവൻ ശ്രവിക്കണം, അവൻ ഗ്രഹിക്കണം, അവൻ്റെ കണ്ണുകൊണ്ട് കാണുകയില്ല, നോക്കുകയാണ് എന്താണെന്ന്. അതാണ് സ്കൂൾ ഓഫ് ഡ്രാമ. ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ച ആളാണ്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ എൻ്റെ കൂടെ പഠിച്ച ആളാണ് ഇന്ന് അമ്മയുടെ പ്രസിഡൻറ്റ് ശ്വേതാ മേനോൻ, വൈസ് പ്രസിഡൻറ്റ് കുക്കു പരമേശ്വരൻ. എൻ്റെ ക്ലാസ്സിൽ പഠിച്ച ആളാണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അന്ന് ഞാൻ അഭിനയോ മോഹമായിട്ട് നടക്കുകയാണ്, ഇന്നും നടന്നിട്ടില്ല. അറിയോ നിങ്ങൾക്ക്? എത്ര 25 വർഷങ്ങൾക്കപ്പുറം ഞാൻ 30C പഠിക്കുന്ന കാലത്ത് ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ നിന്ന് എന്നെ നേരിട്ട് സന്താനഗോപാലം സിനിമയിൽ അഭിനയിക്കാൻ നേരിട്ട് വിളിച്ചു. എന്നിട്ടും എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ അഭിനയ മോഹം പോയില്ല. നമ്മളെന്താണ് പോകാത്തത്? നമ്മുടെ മോഹം പോകാത്തത്, നമ്മുടെ ആഗ്രഹം താല്പര്യം പോകാത്തെന്താണ്? നമ്മുടെ ഉള്ളിൽ ഇത് രൂഢമൂലമാണെന്നേ. അത് പോകത്തില്ല. നമ്മുടെ സർഗശക്തി ഉള്ളിലുണ്ടെങ്കിൽ അത് പോകത്തില്ല. അത് സജീവാറ്റിങ്ങലിൻ്റെ ആണെങ്കിലും വിപിൻ ദേവാലയത്തിൻ്റെ ആണെങ്കിലും എൻ്റെ ആണെങ്കിലും അന്മാധവൻ്റെ ആണെങ്കിലും പക്കനാർ സാറിൻ്റെ ആണെങ്കിലും ഒരാളുടെ ഉള്ളിൽ നിന്ന് ഉള്ളിലുള്ള വികാരം പോവില്ല. ഭഗവത്ഗീതയിൽ പ്രത്യേകം ഭഗവാൻ പറഞ്ഞു, എന്താണെന്നറിയോ? ഉള്ളത് പോവില്ല, അതവിടെ കിടക്കും, ഇല്ലാത്തത് ഉണ്ടാകത്തുമില്ല. അതുകൊണ്ടാണ് കലാകാരൻ ചാടി എണീക്കുന്നത് ഓരോ നിമിഷവും. പക്ഷേ അങ്ങനെ അങ്ങോട്ട് കലാകാരനാവാൻ പറ്റില്ല. പിന്നണിയിൽ പാടുന്നു, ദാസേട്ടൻ പാടുന്നു. പിന്നണിയിൽ പാടണമെങ്കിൽ അവൻ ഈ ജന്മത്തിൽ ഒരു പിന്നണിയെങ്കിലും പാടിയിരിക്കണം, അല്ല അടുത്ത ജന്മത്തിൽ പിന്നണി പാടാമെന്ന് വിചാരിക്കരുത് ആരും. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഒരാൾ അഭിനയിക്കണമെങ്കിൽ ക്യാമറ മുമ്പിൽ ചെന്ന് നിൽക്കണമെങ്കിൽ ആ ആൾ ഒന്ന് അഭിനയിച്ചിരിക്കണമെന്നേ. ഇപ്പോൾ കിട്ടുന്ന അവസരം വിനിയോഗിക്കണം. ചെറുതായിരിക്കും, ഒരു വാക്കായിരിക്കും. എനിക്ക് കഴിഞ്ഞ സുരേഷ് ഗോപാലിൻ്റെ സിനിമയിൽ 2 വാക്കാണ് കിട്ടിയത്. മമൻ്റെ ഒക്കെ തോന്നിയും കിട്ടി, പക്ഷേ വാക്കുകൾ കിട്ടിയില്ല. നിരാശപ്പെട്ടില്ല. വിടരുത്. അങ്ങനെ വെട്ടാൽ പോയി പ്രതിനിധികളെ, സുഹൃത്തുക്കളെ, നമ്മളവിടെ നിർത്തിയാൽ തീർന്നു പരിപാടി. അങ്ങനെ എത്രയോ ജന്മജന്മാന്തരങ്ങൾ, ദാസേട്ടൻ്റെയൊക്കെ പ്രസംഗം കേൾക്കണം നിങ്ങൾ. ജന്മജന്മാന്തരങ്ങളുടെ നിരന്തരമായ പ്രവർത്തനത്തിൻ്റെയും ചിന്തകളുടെയും. എന്ത് ചിന്ത? കവിത, സംഗീതം, സാഹിത്യം, അതൊന്നും പലർക്കും ഇഷ്ടമല്ല. കവിത കേൾക്കുന്ന പലർക്കും ഇഷ്ടമല്ല, സംഗീതം ഇഷ്ടമല്ല, സാഹിത്യം ഇഷ്ടമല്ല, പ്രസംഗം ഇഷ്ടമല്ല. ഇതൊക്കെ ഇഷ്ടപ്പെടാൻ എന്ത് നടിക്കാനാണ് നമ്മൾ നടീനടന്മാർ പോണത്? ചുറ്റും കാണുന്നതൊക്കെ നമ്മൾ വിസ്മരിച്ച് കളയും. അവൻ കൊള്ളത്തില്ല, ഇവൻ കൊള്ളത്തില്ല, അവൾ കൊള്ളത്തില്ല, ഇവൾ കൊള്ളത്തില്ല, മറ്റത് കൊള്ളത്തില്ല, മറിച്ച് കൊള്ളത്തില്ല എന്ന് നമ്മൾ പറഞ്ഞ് ധാരണ ഉണ്ടാക്കി ഒരു പേഴ്സണാലിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഉടച്ചു വാർക്കുന്ന ആളാണ് കലാകാരൻ. സ്വന്തം സമൂഹത്തിലുള്ള അത്രയും കണ്ട് പഠിക്കണമെന്നേ. കണ്ട് പഠിച്ചും കേട്ടും ഇതിന് നമുക്ക് എതിരുണ്ട് ചില കാര്യങ്ങളിൽ. സാമൂഹികമായ വിപത്തിനെതിരെ നമ്മൾ എപ്പോഴും പോരാടേണ്ട വിപ്ലവകാരികളാണ് യഥാർത്ഥത്തിൽ കലാകാരൻ. അതെവിടാണ്? നമ്മുടെ കലയാകുന്ന കഴിവിലൂടെ, മാധ്യമത്തിലൂടെയാണ്. അതുകൊണ്ട് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് എപ്പോഴാണ് ഒരാളുടെ തലവര തെളിയെന്ന് അറിയില്ല. കർമാർജിതം പൂർവ്വഭയത്തസ്യ പങ്ക്തി സമീപിവനക്തി എന്ന് ഒരു പ്രമാണമുണ്ട്. എന്ന് പറഞ്ഞാൽ മുജ്ജന്മത്തിൻ്റെ ശിഷ്ടം ബാക്കി. ഇതിങ്ങനെയാണ്, സൈമൾട്ടേനിയസ് പ്രോസസ്സാണ്, തുടർച്ചയായിട്ട്. അതുകൊണ്ടാണ് ആചാര്യസ്വാമിമാരൊക്കെ പറഞ്ഞത്, നമ്മൾ മരിക്കുന്നു, ജനിക്കുന്നു, വീണ്ടും ജനിക്കും. ജനിച്ചവന് മരണവും മരിച്ചവന് ജനനവും ഉണ്ട്, വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായി? അങ്ങനെ എത്രയോ ജന്മങ്ങളുടെ ഫലമാണ് ഇന്നത്തെ സൂപ്പർ സ്റ്റാറുകൾ. ഒരു സുപ്രഭാതത്തിൽ വന്നവരല്ല അവർ നിർത്തിയില്ല. അതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റ് അവർ നിർത്തത്തില്ല, നമ്മൾ നിർത്തരുത്. പക്ഷേ എപ്പോഴാണ് നമ്മുടെ ഭാഗ്യം നമുക്കറിയത്തില്ല. അത് എഴുതി വെച്ചിരിക്കുന്ന, തലവരെ വെച്ചിരിക്കുന്ന ആ പടച്ചോനെന്നോ അല്ലെങ്കിൽ പിന്നെ എന്താ മതമൊന്നും ഇതിലില്ല. 2 വർഷക്കാലം ഞാൻ താരോദയത്തിൻ്റെ സെക്രട്ടറിയായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വനിതാ സെക്രട്ടറി വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു വനിതാ സെക്രട്ടറി നിയമിച്ചുകൊണ്ട് 4ാമത്തെ സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം നല്ല വിപുലമായ രീതിയിലുള്ള താരസംഗമൊക്കെ ഉണ്ട്. നല്ല ഉച്ചയ്ക്ക് ശേഷം വരും. ഈ മുൻ വർഷങ്ങളെക്കാട്ടിൽ ഓരോ വർഷവും നടക്കുമ്പോഴും വളരെ ഗംഭീരമായ രീതിയിലാണ്
നമ്മുടെ സമ്മേളനം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണയും അതുപോലെ തന്നെ നടന്നു പോകും എന്നാണ് ആഗ്രഹിക്കുന്നത്, നടക്കും. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇവിടെ വന്ന എല്ലാ പേർക്കും എൻ്റെ എല്ലാവിധ ആശംസയും അറിയിച്ചുകൊണ്ട് എൻ്റെ ഒരു കവിതയോട് കൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. സാധാരണ കവിയരങ്ങളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. എങ്കിൽ ഇന്നൊരാഗ്രഹം, എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒരു കവിത, ഞാൻ എഴുതിയ കവിത തന്നെ പാടാമെന്നുള്ളത്. എന്തെങ്കിലും തെറ്റുകുറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, പൊറുക്കുക. കവിത പ്രണയാത്മകം. പറയുവാനാകാത്ത കഥനങ്ങളത്രയും കരളിൻ്റെ ഉള്ളിൽ പകുത്തുവച്ചു. ഞാനെൻ്റെ പറയുവാനാകാത്ത കഥനങ്ങളത്രയും കരളിൻ്റെ ഉള്ളിൽ പകുത്തുവച്ചു. നിറമിഴികളൊഴുകാതെ ഞാനെൻ്റെ വരികളെ കവിതയായി കനവിൽ കുറിച്ചു വച്ചു. നിറമിഴികളൊഴുകാതെ ഞാനെൻ്റെ വരികളെ കവിതയായി കനവിൽ കുറിച്ചു വച്ചു. പ്രണയമേ, നീ എൻ്റെ സ്വപ്നത്തടാകത്തിൽ ഒരു നുള്ളുമുട്ടായി തുടിച്ചതെന്തേ? പ്രണയമേ, നീ എൻ്റെ ഹൃദയത്തടാകത്തിൽ പിന്നൊരു കുഞ്ഞു പൂവായി വിരിഞ്ഞതെന്തേ? ഒടുവിലൻ ഹൃദയത്തിൽ കനൽ കോരിയിട്ടെന്നെ നൊമ്പരപ്പൂവായി കൊഴിച്ചതെന്തേ? ഒടുവിലൻ ഹൃദയത്തിൽ കനൽ കോരിയിട്ടെന്നെ നൊമ്പരപ്പൂവായി കൊഴിച്ചതെന്തേ? അടരുവാൻ വയ്യാത്തൊരോർമ്മതൻ നൊമ്പരം സിരകളിൽ കത്തിപ്പടരവേ നീ എൻ്റെ മൗനമേഘങ്ങളെ പെയ്തൊഴിയൂ. അടരുവാൻ വയ്യാത്തൊരോർമ്മതൻ നൊമ്പരം സിരകളിൽ കത്തിപ്പടരവേ നീ എൻ്റെ മൗനമേഘങ്ങളെ പെയ്തൊഴിയൂ. നീ എൻ്റെ ഉള്ളിലെ കനവാകണം, പിന്നെ ഉയിരാകണം, പിന്നെ നിറവാകണം. നീ എൻ്റെ ഉള്ളിലെ ഉയിരാകണം, പിന്നെ കനവാകണം, പിന്നെ നിറവാകണം. ഉരുകുമൻ കരളിലൊരു മഴയാകണം, ഉരുകുമൻ കരളിലൊരു മഴയാകണം. നിശാഗന്ധി പൂക്കുന്ന മണമുള്ള രാത്രിയിൽ ഒരു കുഞ്ഞു തേങ്ങലായി ഞാൻ നടന്നു. നിശാഗന്ധി പൂക്കുന്ന മണമുള്ള രാത്രിയിൽ ഒരു കുഞ്ഞു തേങ്ങലായി ഞാൻ നടന്നു. ഒറ്റയാൾ വഴിയിലൂടന്നു ഞാൻ പോകുമ്പോൾ ഇടനെഞ്ചറിയാതെ തേങ്ങി. ഒറ്റയാൾ വഴിയിലൂടന്നു ഞാൻ പോകുമ്പോൾ ഇടനെഞ്ചറിയാതെ തേങ്ങി. ഞാൻ വഴിവിളക്കില്ലാതലഞ്ഞു. താരോദയത്തെ പറ്റി ഒരു 2 വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. താരോദയത്തിൽ നമുക്ക് ഒരുപാട് അംഗങ്ങളുണ്ട്. ഇപ്പോൾ ഈ പ്രതിനിധി സമ്മേളനത്തിന് എത്തിയിരിക്കുന്നത് ചുരുക്കം ചില ആൾക്കാരാണ്. അതെന്താണ് കാരണം എന്നറിയില്ല. നമ്മുടെ ബാബു സാറ് പറഞ്ഞ പോലെ താരോദയം ഉദിക്കണം, അതാണ് താരോദയം എന്നാണ് പറഞ്ഞത്. താരോദയം അതിൻ്റെ വഴിക്ക് ഉദിക്കട്ടെ എന്ന് ചിന്തിച്ചിരുന്നാൽ ഒരിക്കലും ഇത് ഉദിക്കില്ല. എല്ലാവരും ഒരേ മനസ്സോടെ ഒന്നിച്ച് നിന്നാൽ മാത്രമേ ഈ താരോദയം നമുക്ക് ഉദിച്ച് പടർന്ന് പന്തലിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ആവരുത്. ഇന്ന് നടക്കുന്ന ഈ പ്രതിനിധി സമ്മേളനത്തിനും ഈ 4ാമത് വാർഷിക സമ്മേളനത്തിനും എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അതുപോലെ തന്നെ താരോദയത്തിൻ്റെ 4ാമത് വാർഷികമാണ്. 1 മുതൽ ഈ 4ാമത്തെ വാർഷികം വരെ എനിക്കിതിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. മറ്റൊന്നുമല്ല, ഈ അച്ഛനമ്മമാരുടെ കൂടെ ഒരു ദിവസം നമുക്ക് പങ്കെടുക്കുവാനും അവരോടൊപ്പം ആഹാരം കഴിക്കുവാനും എല്ലാ കാര്യത്തിലും ഒരു ദിവസം നമുക്ക് സാധിക്കുന്നുണ്ട് എന്നതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രിയങ്ക നന്ദി പറഞ്ഞു. നമ്മുടെ 4ാം വാർഷികം ആഘോഷിക്കുന്നത് വീണ്ടും സമുദ്രതീരത്തിൽ തന്നെയാണ്. കഴിഞ്ഞ വാർഷികങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് നടത്തിയെന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ
ഈ വർഷം 4-ാം വാർഷികവും വീണ്ടും സമുദ്രതീരത്തിൽ തന്നെ നടത്താൻ ഒരു അവസരം നമുക്ക് ദൈവം അനുവദിച്ചു തന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം മറ്റ് നമ്മൾ ഇതുപോലുള്ള വയോജന കേന്ദ്രങ്ങളിലൊക്കെ പോവുകയും നമ്മുടെ താരോദയത്തിൻ്റെ പരിപാടികൾ വയ്ക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അതിനുപരിയായി ഇത് താരോദയത്തിൻ്റെ ഒരു കുടുംബം എന്നുള്ള രീതിയിലാണ് നമ്മൾ എല്ലാ വർഷവും സമുദ്രതീരത്തിൽ ഒരു പരിപാടി അല്ലെങ്കിൽ നമ്മുടെ വാർഷികം വയ്ക്കുന്നത്. അപ്പോൾ അത് ഈ വർഷം വീണ്ടും നമുക്ക് ഈ സമുദ്രതീരം അനുവദിച്ച് തന്നതിൽ ആദ്യമേ സമുദ്രതീരത്തിലെ നമ്മുടെ ഡയറക്ടർ റോൾ സിംഗ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഞാൻ എൻ്റെയും താരോദയത്തിൻ്റെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ സംഘടനയിൽ തന്നെ നിരവധി അംഗങ്ങളുണ്ട്. മെമ്പർഷിപ്പ് എടുത്തവരും എടുക്കാത്തവരുമായി നിരവധി അംഗങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ വിരലിനെണ്ണാവുന്ന അത്രയും ആൾക്കാർ മാത്രമേ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളൂ. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ പ്രോഗ്രാമും ഈ കൊല്ലം ഭാഗത്തേക്ക് മാറിയത് കൊണ്ടുള്ള പരിഭവം കുറച്ച് പേർക്കുണ്ട്. പിന്നെ കുറച്ച് പേർക്ക് നമ്മുടെ അന്തരീക്ഷം അത്ര അനുകൂലമല്ല. ഇന്ന് ചിങ്ങം 1 ഒരുപാട് വിവാഹം, പാലുകാച്ചൽ അല്ലെങ്കിൽ അതുപോലുള്ള നല്ല ചടങ്ങുകൾ നടക്കുന്ന ദിവസം ആയതുകൊണ്ട് തന്നെ പലരും അതിലെല്ലാം എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേരാൻ വളരെ ചുരുക്കം ആൾക്കാരെ എത്തിയിട്ടുള്ളൂ. എങ്കിൽ പോലും തിരുവനന്തപുരത്തു നിന്ന് പോലും എത്തിയിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ ഈ സമയത്ത് എത്തിച്ചേർന്ന എല്ലാവർക്കും, നമ്മുടെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എത്തിച്ചേർന്ന എല്ലാവർക്കും താരോദയത്തിൻ്റെയും എൻ്റെ വ്യക്തിപരമായ പേരിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ രാവിലെ മുതൽ നമ്മുടെ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് റെഡിയായി സുന്ദരികളും സുന്ദരന്മാരുമായിട്ടിരിക്കുന്ന നമ്മുടെ സമുദ്രതീരത്തിലെ അച്ഛനമ്മമാർക്കാണ് പ്രത്യേക നന്ദി അറിയിക്കേണ്ടുന്നത്. കാരണം അവരുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റൂ. കാരണം അവരതെല്ലാം ഉള്ളിലൊതുക്കിയായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവർ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി, കാരണം നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് താരോദയത്തിൻ്റെ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് പോലും ഇല്ലാത്ത ഒരു ഉത്തരവാദിത്വവും കടമയും അവർ നമ്മളോട് കാണിക്കുന്നുണ്ട്. ഈ പരിപാടിക്ക് വേണ്ടി രാവിലെ ഞാൻ 8:30 നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ നോക്കിയപ്പോൾ 8:30 ഇവരെല്ലാം ഇവിടെ റെഡിയായി ഇരിക്കുക. അത്രയും നേരത്തെ വന്ന് ഇവിടെ ഇരിക്കുന്ന ഈ അച്ഛനമ്മമാർക്കാണ് നമ്മൾ നന്ദി പറയേണ്ടത്. അവർക്ക് നല്ലൊരു കയ്യടി കൊടുക്കണം. താരോദയത്തിൻ്റെയും എൻ്റെയും വ്യക്തിപരമായ പേരിൽ നന്ദി അറിയിക്കുന്നു. ബാക്കി നമ്മുടെ പരിപാടികളെല്ലാം നടക്കാൻ പോവുകയാണ്. സമയം ഒരുപാട് പോയി കഴിഞ്ഞു. ഇനി അധികം മുതിരുന്നില്ല. പരിപാടികൾക്ക് വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമുക്കിന്ന് ഒരുപാട് ഞറുക്കെടുപ്പുകളെല്ലാം നടത്തുന്നുണ്ട്. അപ്പോൾ പാരിപ്പള്ളി പളനി ജ്വല്ലറി നമുക്ക് വേണ്ടിയിട്ട് ഒരു 20 പേർക്ക് 5 കിലോ അരി വീതം ഞറുക്കെടുപ്പിലൂടെ നൽകുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് ഈ അവസരത്തിൽ ഒരു നന്ദി അറിയിക്കാം. അയ്യോ, നമുക്കൊരു സ്പോൺസറെ കിട്ടിയ സന്തോഷമില്ലേ ആർക്കും? 5 കിലോ അരി എന്ന് പറയുമ്പോൾ ഒരാൾക്കാണ്, പിന്നെ 20 പേർക്ക് കൊടുക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. അതിന് സന്തോഷമില്ലാതിരിക്കുന്നത് ഭയങ്കര മോശം കാര്യമാണ് കേട്ടോ. ഇതുപോലെ എല്ലാവരും വെറുതെ ഇരുന്നുള്ളതിൽ ഇനിയുള്ള പ്രോഗ്രാമുകളിൽ എല്ലാവരെയും കൈയടിച്ച് നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ നമ്മുടെ സെക്രട്ടറി പറഞ്ഞതുപോലെ അടുത്ത വർഷം ഇവിടുത്തെ അച്ഛനമ്മമാരെന്ന് പറഞ്ഞു. ഈ അടുത്ത വർഷം ആക്കുന്നത് എന്തിനാ? ഈ വർഷം തന്നെ എന്തെങ്കിലും പ്രോഗ്രാം അവതരിപ്പിക്കാൻ താല്പര്യമുള്ള അച്ഛനമ്മമാർ മുമ്പോട്ട് വരണം കേട്ടോ. നിങ്ങൾക്കും കൂടെ ഉള്ള അവസരമാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിക്കാം. താരോദയത്തിൻ്റെ 4-ാം വാർഷികമാണിത്. 5-ാം വാർഷികം വരെ നമ്മൾ കാത്തു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. കിട്ടിയ അവസരത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടി താരോദയത്തിൻ്റെ എൻ്റെ വ്യക്തിപരമായ പേരിൽ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് താരോദയം പ്രവർത്തകരുടെ വിവിധ കലാപരിപാടികളായ ഗാനമേള, സിനിമാറ്റിക് ഡാൻസ്, മിമിക്രി, ക്ലാസിക്കൽ ഡാൻസ്, വൺ മാൻ ഷോ എന്നിവ സമുദ്രതീരത്തിൽ അരങ്ങേറി. ഒഴുകി വരുമ്പോൾ അഴുകാൻ മോഹം ദൈവാ, ഒരു നാളെങ്കിലും ഒരുമിച്ചു വാഴാൻ മനസ്സിൽ ദാഹം ദൈവാ, നിഴലായോർമകൾ ഒഴുകി വരുമ്പോൾ അച്ഛൻ പിടിക്കാലോ കൊച്ചുമണിക്കിലുക്കേന്നേ പിച്ച വെച്ച് നടക്ക്, ഒരടി വച്ചാലോ അച്ഛൻ ഇരടി മൂളാലോ, പായ വിരിക്കാതെ നെഞ്ചിൽ കൊഞ്ചിച്ചുറക്കാലോ, മാനം കറുത്തല്ലോ പൊന്നെ മേഘം കനത്തല്ലോ, പാട്ടൊന്നു പാടിത്തരാ അമ്മ ഇതില്ലല്ലോ, കുഞ്ഞു വിരലുകളിൽ അച്ഛൻ പൊന്നു പതിച്ചു തരാ, നെല്ലൊളി കാലുകളിൽ പൊന്നെ വെള്ളിക്കൊലുസ് തരാ, വയറെരിയുമ്പോൾ മുത്തേ പാപ്പം കുറുക്കി തരാ,
കോരി കുടിക്കാനോ കണ്ണെ കൊമ്പിൽ കുത്തിത്തരാ. പുള്ളി പശുണ്ടേ വീട്ടിൽ കുട്ടിക്കിടാവുണ്ടേ, അമ്മിഞ്ഞ പാലുതരാ അമ്മയില്ലല്ലോ. സലീം അഹമ്മദ് എന്നറിയപ്പെടുന്ന കൊച്ചിൻ ഖനീഫ 1951 ഏപ്രിൽ 22 കൊച്ചിയിൽ ജനനം. ജനപ്രിയ ഹാസ്യ നടന്മാരിൽ ഒരാളായി മാറുന്നതിനു മുമ്പ് 1972 വിജയൻ സംവിധാനം ചെയ്ത അഴിമുഖം എന്ന ചലച്ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ചു. 300-ലധികം മലയാള ചലച്ചിത്രങ്ങളിലും 80-ലധികം തമിഴ് ചലച്ചിത്രങ്ങളിലും അഭിനയിച്ച അദ്ദേഹം 7 മലയാള സിനിമയും 5 തമിഴ് സിനിമയും സംവിധാനം ചെയ്തു. സൂത്രധാരൻ എന്ന സിനിമയിലൂടെ സംസ്ഥാന സർക്കാരിന്റെ സഹനടനുള്ള അവാർഡ് ഇദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അദ്ദേഹം സംവിധാനം ചെയ്ത ഹിറ്റ് ചലച്ചിത്രങ്ങളിൽ ഒന്നായിരുന്നു വാത്സല്യം. അദ്ദേഹം അഭിനയിച്ച പഞ്ചാബി ഹൗസ് എന്ന ഹിറ്റ് ചലച്ചിത്രത്തിലെ ഗംഗാധരൻ മുതലാളി എന്ന കഥാപാത്രവുമായി കൊച്ചിൻ ഹനീഫ. എന്തൊക്കെയാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയാമോ? അച്ചപ്പം, കുഴലപ്പം, ഇടിയപ്പം ഇല്ലേ? കൊണ്ടുവരാം. വേണ്ട, തന്നുവിടാം. ഇവൻ നിന്റെ ആരാധന പറഞ്ഞേ? അവൻ അങ്ങനെ പറഞ്ഞ മനസ്സിലാവില്ല. ആംഗ്യ ഭാഷ കാണിക്കണം. ഞാൻ കാണിച്ച മോനെ അമ്മാവൻ. മാവു 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 വൻ വൻ അമ്മാവൻ. മനസ്സിലായില്ലേ? മനസ്സിലായി. അമ്മാവൻ എന്നല്ലേ? അവൻ സംസാരിച്ചു സാബ്. അവൻ ആദ്യമായിട്ട് സംസാരിച്ചു സാബ്. എന്റെ അനന്തരം സംസാരിച്ചു. ഞാൻ ആദ്യമായിട്ട് ഒന്നുകൂടി സംസാരിച്ചേ. ഞാൻ പണ്ട് മുതലേ സംസാരിക്കും. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. നീ ഊമയാണ് സാബ്. അമ്മച്ചിയാണ് ഇവന് ഊമയാണ്. बचपन से दुखों की बरसात ने भिगोया, जाग कर काटा जीवन क्योंकि दलित था सोया। बचपन से दुखों की बरसात ने भिगोया, जाग कर काटा जीवन क्योंकि दलित था सोया। വൈകുന്നേരം 4 മണിക്ക് നടന്ന സമാപന സമ്മേളനം ചലച്ചിത്ര താരം താജ് പത്തനംതിട്ട ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഏതായാലും വളരെ മനോഹരമായ രീതിയിൽ അദ്ദേഹം സ്വാഗതം എല്ലാവരെയും അദ്ദേഹം ആശംസിച്ചു. അപ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട കൊല്ലം സിറാജിക്ക, അദ്ദേഹം ഇപ്പോഴും സജീവമായി മലയാള ചലച്ചിത്ര വേദിയിൽ നിറസാന്നിധ്യമായി നിൽക്കുന്ന ഒരു അനുഗ്രഹീത കലാകാരൻ തന്നെയാണ് ഇപ്പോഴും. അപ്പം പ്രിയപ്പെട്ട
AK ആനന്ദ് ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ കേരളത്തിലെ ഏറ്റവും സുന്ദരനായ മാവേലിയായി നിൽക്കുന്ന ഒരു രംഗമാണ് ഞാൻ കണ്ടത്. ഒത്തിരി സന്തോഷം തോന്നി എല്ലാവരെയും കണ്ടപ്പോൾ. ഇപ്പം എല്ലാവർക്കും ഞാൻ ഇപ്പം എനിക്ക് കയ്യടി കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് പ്രസംഗം നിർത്തണം. ശരിയാണോ? ഇല്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കാരണം ആർക്കും സമയമില്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രെയിൻ താമസിച്ചു പോകുന്നു, ബസ് താമസിച്ചോടുന്നു, എയറോപ്ലെയിൻ താമസിച്ചോടുന്നു. ആർക്കും സമയമില്ലാത്ത കാലഘട്ടം. ഒരു കല്യാണത്തിന് ചെന്നാൽ ഏറ്റവും സൈഡിലിരുന്ന് എത്രയും പെട്ടെന്ന് നമ്മൾ ആഹാരം വലിച്ചു വാരി കഴിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് പോകും. മരിച്ചുപോയ ഒരാളെ കാണാൻ ചെന്നാൽ ബോഡി കാണുന്നു, ഒരു സെൽഫി എടുക്കുന്നു, നമ്മൾ പോകുന്നു. ആർക്കും സമയമില്ലാത്ത ഈ കാലഘട്ടത്തിൽ സമയം കണ്ടെത്തി ഇവിടെ എത്തിച്ചേർന്ന താരോദയം കുടുംബത്തിലെ പ്രിയപ്പെട്ട ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള ഒരായിരം നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നല്ല ഒരു ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അനിൽ മാധവ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രസന്നൻ പാരിപ്പള്ളി സ്വാഗതം ആശംസിച്ചു. ഈ താരോദയം എന്ന് പറയുന്ന സംഘടനയിലൂടെ ഏതെങ്കിലും താരങ്ങൾക്ക് താരമാവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം സംജാതമാകുമോ എന്ന് ചോദിച്ചു വരുന്നു. അപ്പോൾ അത്തരം ചില കലാകാരന്മാരെയും അല്ലെങ്കിൽ കലാകാരികളുടെയും ഒക്കെ സംശയത്തിനും അതുപോലെ അവരുടെ മാതാപിതാക്കൾക്കൊക്കെയുള്ള സംശയങ്ങൾക്കൊക്കെ മറുപടി പറയുകയുണ്ടായി. പറഞ്ഞു വരുന്ന ഇതാണ്: കഴിഞ്ഞ 4 വർഷക്കാലമായി ഈ സംഘടന, താരോദയം എന്ന ജൂനിയർ ആർട്ടിസ്റ്റ് സംഘടന, സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളുടെയും ഒരു സംഘടന കേരളത്തിൽ പ്രത്യേകിച്ചും കല്ലുവാതുക്കൽ കേന്ദ്രീകരിച്ച്, ചാത്തന്നൂർ ത്രിലോകിലൊക്കെ കേന്ദ്രീകരിച്ച് ഇതിൻ്റെ കമ്മിറ്റികളും ചർച്ചകളും അതുപോലെ വാർഷിക സമ്മേളനങ്ങളും മറ്റും നടത്തപ്പെടുകയും ഒക്കെ ചെയ്ത ഈ സംഘടന യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ഇന്ന് വളർന്ന് 4-ാം വർഷമായി. ആ 4-ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ വളരെ വളർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് പറയാതെ വയ്യ. കാരണം ഈ സംഘടനയിലെ മെമ്പർമാർ, ഞാൻ ഉൾപ്പെടെ, പലർക്കും പല വിധത്തിലുള്ള വഴികാട്ടിയായി, ഒരു സപ്പോർട്ടായി സംഘടന പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും കാതലായ അംശം. അപ്പോൾ അമ്മ എന്ന സംഘടനയിൽ, സിനിമ ആർട്ടിസ്റ്റുകളുടെ സംഘടനയാണ് അമ്മ. അവിടെ സിനിമ ആർട്ടിസ്റ്റുകളുടെ പ്രശ്നങ്ങൾ, അവരുടെ റെമ്യൂണറേഷൻ, അതുപോലെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ചൂഷണത്തിന് വിധേയരായാൽ അതിനെ ചോദ്യം ചെയ്യുകയും അതിന് ശാശ്വതമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്ന സംഘടനയാണ് അമ്മ. അതുപോലെ ചിലരൊക്കെ ചോദിക്കുന്ന ചോദ്യം എന്താണ്: നമുക്കെന്താണ് ഈ സംഘടന കൊണ്ട് വല്ല നേട്ടമുണ്ടോ? കോട്ടമല്ലാതെ നേട്ടം വല്ലതും ഉണ്ടോ എന്നാണ്. അപ്പോൾ അമ്മ എന്ന മലയാള സിനിമയുടെ ഏറ്റവും പ്രശസ്തമായ സംഘടന കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് ഈ രംഗത്ത് തെരഞ്ഞെടുപ്പൊക്കെ അദ്ദേഹം മോഹൻലാലും ഒക്കെ രാജിവെച്ചതിന് ശേഷം നമ്മൾ കണ്ടതാണ്. ഇന്നലെയാണ് അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടായത്. അവരും മലയാള സിനിമയിലെ ആർട്ടിസ്റ്റുകളെ പ്രൊവൈഡ് ചെയ്യുന്നില്ല, ആർട്ടിസ്റ്റുകളുടെ പ്രശ്നങ്ങളെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഒരു 7-8 ഷോർട്ട് ഫിലിം എടുത്തു. അനിൽ മാധവ് തന്നെയാണ് സംവിധാനം ചെയ്തത്. ഇപ്പോൾ ഒരു സ്കൂൾ സിനിമയുടെ ചർച്ചയിലാണ്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ സംഘടന എന്ന നിലയിൽ, അല്ലെങ്കിൽ നമ്മൾ സാമ്പത്തികമായി വളരെ ബാക്ക്വേർഡായി നിൽക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യുകയും അത് സംഘടനാ തലത്തിൽ മറ്റ് ആർട്ടിസ്റ്റുകളെയൊക്കെ AK ആനന്ദിനെയും താജ് പത്തനംതിട്ടയും ഒക്കെ പോലുള്ള പ്രഗത്ഭരായ കേരളത്തിൽ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകളെ നിരത്തിക്കൊണ്ട് സമ്മേളനങ്ങൾ നടത്തുകയും ചെയ്തു. എല്ലാ വർഷവും ഈ 2 സാന്നിധ്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പടിപടിയായി കയറി വന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു താരങ്ങളുടെ ഉദയത്തിൻ്റെ 1-ാം പടിയിൽ ചവിട്ടിക്കയറി നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. കാലം അല്പം കൂടെ കടന്നു പോകുമ്പോൾ
താരോദയം എന്ന് പറയുന്ന സംഘടനയിലുള്ള സംഘാടകർ മാത്രമല്ല, അതിലെ എല്ലാ അംഗങ്ങൾക്കും അവരവരുടേതായ കഴിവിനനുസരിച്ച് വളർന്നു വരുവാനും അല്ലെങ്കിൽ ആ വളർച്ചയുടെ പന്ഥാവിലേക്ക് തള്ളിവിടുവാനുമൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ആശംസ അർപ്പിക്കുക എന്ന് പറയുന്നതാണ് എൻ്റെ ദൗത്യം. സാധാരണ ഞാൻ പ്രസംഗിക്കാൻ കയറുമ്പോൾ എൻ്റെ പുറകെ എൻ്റെ ഉടുപ്പിലൊന്ന് പിടിക്കും, നിർത്തണം, സമയമില്ല എന്ന് പറയും. കാരണം അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ തൊഴിലെന്ന് പറയുന്നത് ഞാൻ ഒരു പ്രസംഗ തൊഴിലാളിയും കൂടാണ്. 10-20 ദിവസമൊക്കെ നിരന്തരമായി പ്രസംഗിക്കുന്ന ആളാണ്. 14 ദിവസം, 7 ദിവസം, 9 ദിവസമൊക്കെ സപ്താഹത്തിനും നവാഹത്തിനും ഒക്കെ പ്രസംഗിക്കുന്ന ഒരു ആചാര്യ പീഠത്തിലിരിക്കുന്ന ആളാണ് ഞാനൊരു കലാകാരനാണ്. അതുകൊണ്ടാണ് എന്നിലെ കലകൾ എങ്ങനെ വികസിപ്പിക്കും ഉച്ചയ്ക്ക് പറഞ്ഞതാണ്, നമുക്ക് സമയമില്ല. അപ്പോൾ അങ്ങനെ ഓരോ കലാകാരന്മാരും ഒരു പ്രതീക്ഷയാണ് അവൻ്റെ ഉള്ളിൽ. ജീവിതം മാത്രമല്ല, ജീവിതത്തിന് യാതൊരു മാർഗ്ഗമില്ലാത്ത എത്രയോ കലാകാരന്മാരുണ്ട്. എന്തെങ്കിലും ജീവിതത്തിനൊരു മാർഗ്ഗമാവുന്നെങ്കിൽ ആവട്ടെ എന്ന് കരുതി അവരുടെ ജീവിതത്തിൻ്റെ മുക്കാൽ സിംഹഭാവവും ഇതിനു വേണ്ടി സമർപ്പിച്ച് നടക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങളെ പോലും നോക്കാതെ, കുടുംബം പോലും മറന്ന് കലാപ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ സാഹചര്യം, അവരുടെ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അത്ര കഷ്ടത അനുഭവിക്കുന്നവരും ഈ രംഗത്തുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു പ്രതീക്ഷയുടെ അത്താണി ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടി വരും, അല്ലെങ്കിൽ നമ്മൾ ചെന്നെത്തപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്ക് അടിവരയിട്ട് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. അതിൻ്റെ അമരക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അനിൽ മാധവാണ്. അദ്ദേഹത്തിൻ്റെ വൈകല്യങ്ങളൊക്കെ മറന്ന് ഓടി നടന്നു. പ്രത്യേകിച്ച് ഈ വർഷത്തെ സമ്മേളനത്തിൽ ഞാനോ സജീവ് ആറ്റിങ്ങലോ വിപിൻ ദേവാലയമോ അല്ലെങ്കിൽ ഇതിൽപ്പെട്ട മറ്റ് മെമ്പേഴ്സൊക്കെ പുറകെ നിന്ന് പിന്നിൽ നിന്ന് ചില എന്തെങ്കിലും സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഒക്കെ ചെയ്യുന്ന പ്രസാദ്, അതുപോലെ ത്രിലോക്, പ്രശാന്ത് തുടങ്ങിയവരൊക്കെ ഒക്കുന്ന സമയങ്ങളിൽ മാത്രമാണ്. അതിന് ഓടി നടന്ന് 24 മണിക്കൂറും പ്രവർത്തിച്ചത് അനിൽ മാധവാണ്. ഈ വർഷം പ്രത്യേകിച്ചു. കാരണം നമുക്ക് അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചില്ല പല കാരണങ്ങളാൽ. പ്രത്യേകിച്ച് കർക്കിടക മാസമാണ്, തൊഴിൽ പ്രശ്നമുണ്ട്, കണ്ടിന്യൂ മഴ, സാമ്പത്തിക പ്രതിസന്ധി, അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് ഒക്കെ കുടുംബപരമായും വ്യക്തിപരമായും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പലർക്കും പ്രാവശ്യം അങ്ങനെ സജീവമായ സാന്നിധ്യം ഉണ്ടാകാൻ സാധിക്കാതെ വന്നത്. എന്തായാലും ഓടി നടന്ന് ഒറ്റയ്ക്ക് 2 കൈകൾ കാലുകളാക്കി കൊണ്ട് അദ്ദേഹം ഓടി നടന്നാണ് ഈ സംഘടനയുടെ 4ാം വർഷം ഇന്ന് നമ്മൾ അഭിമാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ചിങ്ങപ്പുലരി പൊന്നോണ പുലരിയിൽ അതിൻ്റെ മുന്നോടിയായി ഇവിടെ ഇരിക്കുമ്പോൾ ഈ പാവം മനുഷ്യൻ്റെ കഠിനാധ്വാനമാണ് ഇവിടെ ഇത്രയും പേരെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. ഇതിൽ ഇത് മാറ്റി വയ്ക്കേണ്ടി വന്നതല്ലേ, വെറുതെ പറയുകയല്ല. മാമ്പള്ളി GR രഘുനാഥ് മുഖ്യ പ്രഭാഷണം നടത്തി. നമ്മുടെ സംഘടന തുടങ്ങിയിട്ട് 6-7 വർഷമായെങ്കിലും രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം തുടങ്ങിയിട്ട് 4ാം വർഷമാണ്. അപ്പോൾ ഈ സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകളെ പടിപടിയായി ഉയർത്തി സീനിയർ ആർട്ടിസ്റ്റിലേക്ക് എത്തിച്ചേർക്കുക എന്നുള്ളതാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന സംഘടന അടിസ്ഥാനപരമായി കെട്ടുറപ്പോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, സർവസഹകരണത്തോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ അതതിൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും അതിലെ അംഗങ്ങൾക്ക് അവരുടെ ലക്ഷ്യമനുസരിച്ചുള്ള സ്വപ്നങ്ങൾ പൂവണിക്കാനും കഴിയും. ഇഫ് ദർ ഈസ് എ പ്രോബ്ലം, പ്രശ്നങ്ങൾ ഉണ്ടായാൽ പ്രശ്നങ്ങളെ അതിജീവിക്കുന്നത് മനസ്സിൻ്റെ ശക്തി കൊണ്ടാണ്. ദർ ഈസ് എ വേ, ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. ഒരു വഴിയുണ്ടാകും. വില്ലുണ്ടെങ്കിൽ, മനസ്സിൻ്റെ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ അംഗങ്ങളിലും കലാകാരന്മാരിലും ഇതിൻ്റെ എല്ലാ അംഗങ്ങളിലും അത് അനുവർത്തിച്ച് വന്നാൽ താരോദയം പടിപടിയായിട്ട് ഉയരുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ആത്മാർത്ഥത, അച്ചടക്കം, കൃത്യനിഷ്ഠതയോടുകൂടി എല്ലാ കലാകാരന്മാരും ഈ രംഗത്ത് വരണം, ഉറച്ചു നിൽക്കണം, നിഷ്ഠയോടുകൂടി പ്രവർത്തിക്കണം. താരോദയം വീണ്ടും വീണ്ടും വിജയത്തിലേക്ക് എത്തട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇത് കേട്ടിരുന്ന നിങ്ങൾക്കേവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം, നന്ദി.
സീരിയൽ സിനിമാ താരം AK ആനന്ദ്, കൊല്ലം സിറാജ്, സന്തോഷ് ബാബു തുടങ്ങിയവർ മുഖ്യ അതിഥിയായി. വളരെ സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ 3-4 വർഷമായിട്ട് ഈ അച്ഛനും അമ്മമാരും സഹോദരങ്ങളും ഒക്കെയുള്ള റൂവൽ സിംഗിൻ്റെ കുടുംബം എല്ലാവരും, കാരണം ഈ സമുദ്രതീരത്തിൽ വേറെ എവിടെ വിളിച്ചാലും വന്നില്ലേലും അനിലിനറിയാം, അനിൽ മാധവനറിയാം. ഇവിടെ ഒരു ചടങ്ങ് നടത്തുമ്പോൾ എന്തായാലും പൂർണ്ണമായിട്ടും എത്തും. നിങ്ങളെയൊക്കെ കാണാനും നിങ്ങളെയൊക്കെ കാണുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം അതൊക്കെ ഒരുപാട് ജീവിതത്തിനകത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, ഒരുപാട് വിഷമങ്ങളുള്ള ഒരാളാണ് ഞാൻ മാതാപിതാക്കളുടെ കാര്യത്തിൽ. അപ്പോൾ അത് ഇവിടെ വരുമ്പോൾ കുറച്ചൊക്കെയെങ്കിലും ദൈവം തമ്പുരാൻ കുറച്ച് രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും എനിക്ക് സഹായിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അതൊക്കെ ദൈവം തമ്പുരാൻ എവിടേക്കോ എന്നെയും കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇനി അത് മാറിക്കിട്ടണമെന്ന് നിങ്ങളും പ്രാർത്ഥിക്കണം, ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നടക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഒരു വളരെ പ്രത്യേകതയുണ്ട്. ചിങ്ങം 1 പുതിയൊരു നൂറ്റാണ്ട് തുടങ്ങിയാണ്. മലയാള വർഷത്തിൻ്റെ പുതിയൊരു നൂറ്റാണ്ട് കൂടിയാണ്. അന്നാണ് ഇപ്പോൾ താരോദയത്തിൻ്റെ ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ നടക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മിത്രങ്ങൾ, സഹോദരി സഹോദരന്മാരെല്ലാം ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ന്യൂ ഫേസ് താരോദയം ജൂനിയേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾ വന്നിരിക്കുന്നത്. ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാനിവിടെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു, അത് ഞാൻ അവതരിപ്പിക്കുക. അതായത് പരലോകത്ത് മരിച്ചുപോയ താരങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് അടിച്ചുപൊളിച്ചിങ്ങനെ കഴിയുന്നതായിട്ടാണ് നമുക്ക് സങ്കല്പിക്കാം. അതുപോലെ തന്നെ നസീർ സാറും ജയനും ഒക്കെ വളരെ രസകരമായി പരലോകത്ത് ജീവിക്കുന്നതായി നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ അവിടെ ഒരു സ്വർഗത്തിലെ ഒരു പുൽത്തകടിയിൽ ഇരുന്നു കൊണ്ട് നസീർ സാറും ജയനും കൂടി കടങ്കഥ പറഞ്ഞ് കളിക്കുന്ന ഒരു ഐറ്റമാണ് ഞാൻ അവിടെ അവതരിപ്പിക്കുന്നത്. മിസ്റ്റർ ജയൻ, ഇനി നമുക്ക് കടങ്കഥ പറഞ്ഞു കളിക്കാം. നസീർ സാർ റെഡിയാണെങ്കിൽ ഞാനും റെഡി. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു തുടങ്ങാം. മുറ്റത്തെ ചെപ്പിനടപ്പില്ല. കൊച്ചു കുട്ടികൾക്ക് പോലും ഇതിൻ്റെ ഉത്തരമറിയാം. മുറ്റത്തെ ചെപ്പിനടപ്പില്ല. കിണർ. ജയ, നിന്റെ പറച്ചിൽ കേട്ടാൽ തോന്നും ഇത് കുറച്ച് ആഴം കൂടിയ കിണറാണെന്ന്. അദ്ദേഹം കളിയാക്കലൊന്നും വേണ്ട, ഇനി എൻ്റെ ഗുണമാണ്. ഞെട്ടില്ല വട്ടയില, ഞെട്ടില്ലാത്ത വട്ടയിലയോ പിടികിട്ടി ഞെട്ടില്ലാത്ത വട്ടയില പപ്പടം. എന്നോട് കളിച്ചാൽ ഞാൻ പപ്പടം പോലെ പൊടിച്ചു കളയും. അങ്ങനെയല്ല, എന്നോട് കളിച്ചാൽ ഇടിച്ച് നിന്റെ പൊട്ടും പഴവും പുറത്തെടുക്കും. ഓക്കെ അല്ലേ? താങ്ക് യു. ദുൽഖർ സൽമാൻ്റെ ശബ്ദം അനുകരിക്കാം. അതായത് സ്ഥിരം പറയുന്നത് ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിലെ ഡയലോഗാണ്. അതാണ് കുറച്ച് കാലമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉസ്താദ് ഹോട്ടലിൽ നിന്ന് പപ്പയ്ക്കൊരു കാര്യം അറിയാം. ഞാൻ സ്വിറ്റ്സർലൻഡിൽ പോയത് ഷെഫിൻ്റെ പണി ഇവിടെയാണ്. പപ്പാക്ക് നല്ല ബിസിനസ് മൈൻഡുണ്ട്. ഈ സിറ്റിയിൽ നിങ്ങളുടെ ബിരിയാണി കഴിഞ്ഞുള്ള ബാക്കിയല്ല, എന്നിട്ടും കിടന്ന നഷ്ടത്തില്ല. ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൽ മമ്മൂക്ക പറഞ്ഞ ഡയലോഗ് മമ്മൂട്ടിയുടെ ശബ്ദം ഇപ്പോൾ എടുക്കുന്നില്ല. കാര്യം അതിന് കുറച്ച് സൗണ്ട് സിസ്റ്റം സംഭവങ്ങളൊക്കെ വേണം കുറച്ചുകൂടെ. അവിടെ ബേസാണ്. ഇരുമ്പാണി തട്ടി എന്നൊക്കെ പറയുമ്പോൾ, അതുകൊണ്ട് ഇരുമ്പാണി തട്ടി മുളയാണിയാക്കി എന്നുള്ള ആ ഡയലോഗ് ആദ്യം നെടുമുടി വേണു അദ്ദേഹം നമ്മൾ വിട്ടു പോയി. വേണുചേട്ടൻ ആ ഡയലോഗ് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും നോക്കാം. അദ്ദേഹത്തിൻ്റെ ശൈലി. എന്താ ഇത്? അല്ല, അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. ഇരുമ്പാണി തട്ടുക, എന്നിട്ടത് മുളയാണിയാക്കുക. പൊൻകാരം കൊണ്ട് ചുരുക വിളയ്ക്കാൻ കൊല്ലന് 16 പൊൻപണം കൊടുക്കുക. 16 പണം പോയിട്ട് 10 പൈസ കയ്യിലെടുക്കാനില്ല. ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. ഓക്കെ. ഇപ്പം ഞാൻ രജനീകാന്തിൻ്റെ സൗണ്ട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം രജനി സാറിൻ്റെ ഇപ്പോൾ കൂലിയൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര ഫാനാണെല്ലാം, തലൈവർ. അതുകൊണ്ട് ഈ ഡയലോഗ് തമിഴിലാക്കി രജനീകാന്ത് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും നോക്കാം. ഈ ഇരുമ്പാണി തട്ടി കണ്ണ ഇരുമ്പാണി തട്ടി മുളയൻ എടുത്ത് പൊൻകാരത്തിലാലെ സുരുക വിളക്കത്തേക്ക് കൊല്ലം കിട്ട 16 പൊൻപടത്തെ കൊടുത്തു വിട്ടത് നായില്ല. ഇത് பாஷா ஒரு தடவை சொன்ன 100 தடவை சொன்ன மாதிரி ஏன் தெரியுமா கண்ணா, இந்த பாஷா கிட்ட എക്കോ സിസ്റ്റം இருக்குது. കാരനെ സംബന്ധിച്ചും ഏറ്റവും വലിയ ഒരു മൊമെൻ്റായി ഞാനിതിനെ കാണുന്നു. പിന്നെ ഏറ്റവും വലിയ സന്തോഷം അനിൽ മാധവണ്ണൻ വിളിച്ചൊരു പ്രോഗ്രാമിന് വരാതിരിക്കാൻ പറ്റില്ല. കാര്യം അദ്ദേഹം എല്ലാ വർഷവും പ്രോഗ്രാമൊക്കെ തരുന്ന ഒരാളാണ്.
ഏത് കാര്യത്തിനും എന്നെ വിളിക്കാറുണ്ട്, ഞാൻ വരാറുണ്ട്. ഞാനും അനിയണ്ണനുമായിട്ട് അത്രയൊരു അറ്റാച്ച്മെൻ്റുള്ള രണ്ടുപേരാണ്. അതുപോലെ തന്നെ ഈ ആദരവ് ഞാൻ ഏറ്റുവാങ്ങിയത് മിമിക്രിയുടെ ലെജൻഡായിട്ടുള്ള നമ്മുടെ താജിക, അതുപോലെ തന്നെ നൃത്ത നാടക രംഗത്തും സിനിമ സീരിയൽ രംഗത്തും ഇപ്പോൾ മാവേലിയുടെ വേഷപ്പകർച്ച ചെയ്ത് വൈറലായ തരംഗമായിക്കൊണ്ടിരിക്കുന്ന AK ആനന്ദ് എന്ന എൻ്റെ ജ്യേഷ്ഠൻ്റെയും അടുത്തു നിന്നാണ് ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. അതിന് ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. എനിക്ക് തിരുവനന്തപുരത്ത് 6 മണിക്കൊരു പ്രോഗ്രാമുണ്ട്, അതുകൊണ്ടാണ്, അല്ലാതെ വെറുതെ പോകുന്നതല്ല. അനിയണ്ണൻ ഈ പരിപാടിക്ക് വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു, അണ്ണാ അപ്പോൾ എന്നെ 5 മണിക്ക് വിടാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടുത്തെ സിറ്റുവേഷൻ അതൊക്കെ അങ്ങനെയാണല്ലോ, നമ്മൾ പിടിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കില്ല. അപ്പോൾ എന്തായിരുന്നാലും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രകാശം പരത്തുന്ന ഈ ഓണനാളുകളിൽ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഒരു ഫിസിലടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, മതിയല്ലോ. അപ്പോൾ എന്തായിരുന്നാലും എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. അപ്പോൾ ഇനി ഫിസിലടിക്കാൻ പറഞ്ഞു കൊടുത്തൊരു ഒരൊറ്റ ഐറ്റം കൂടി. ഞാനൊരു മിമിക്രി കലാകാരനാണ്. മണിച്ചേട്ടൻ്റെ പാട്ട് പാടിയതിന് ശേഷമാണ് നാടൻ പാട്ടിലേക്ക് വരുന്നത്. എന്നാലും ഇപ്പോൾ മിമിക്രി അവതരിപ്പിക്കുമ്പോൾ എപ്പോഴും ഒരു ത്രില്ലാണ്. എൻ്റെ ഗുരുനാഥൻ സുരാജ് വെഞ്ഞാറമ്മൂടാണ് എന്നെ മിമിക്രിയിലേക്ക് കൊണ്ടുവരുന്നത്. അനിയണ്ണൻ്റെ വോയിസ് ഞാൻ വേറൊരു അവസരത്തിൽ ഞാൻ അനുകരിക്കാം. ഇപ്പോൾ ഞാൻ അനുകരിക്കാൻ പോകുന്നത്, നമ്മൾ ഈ വെഞ്ഞാറമൂട് തിരുവനന്തപുരം ജില്ലക്കാർ വയലെന്ന് പറയും, ചിലയിടത്ത് പാടോ എന്ന് പറയും, ചിലയിടത്ത് കണ്ടോ എന്ന് പറയും. ജില്ല മാറുന്തോറും ഭാഷയ്ക്കൊക്കെ വ്യത്യാസം വരും. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് വയലെന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ പാടോ എന്ന് പറയാം. ഈ മഴ സമയത്ത്, ഇനിയിപ്പോൾ അതിൻ്റെ സീസണാണ്, മഴ സമയത്ത് പാടത്ത് തവള കരയുമ്പോഴുള്ള ശബ്ദം, ആദ്യമായിട്ട് ഒരു തവള കരയുമ്പോഴുള്ള ശബ്ദം കേട്ട് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നല്ല കൈയടി തരണം. ആദ്യമായിട്ട് ഒരു തവള കരയുമ്പോഴുള്ള ശബ്ദം. ഇനി ഒരുപാട് തവളകൾ കൂട്ടത്തോടെ കരയുമ്പോഴുള്ള ശബ്ദം. അതുപോലെ തന്നെ മിമിക്രിയുടെ താരരാജാവ്, മിമിക്രിയിലെ സൂപ്പർ സ്റ്റാർ ആരെന്നത് ചോദിച്ചാൽ അത് കോട്ടയം നസീറോ ഇക്കയോ അങ്ങനെയൊന്നുമല്ല, കൊല്ലം സിറാജ് എന്ന് പറയുന്ന അതുല്യ പ്രതിഭയാണ് മിമിക്രിയിൽ ഏറ്റവും കൂടുതൽ തരംഗമുണ്ടാക്കിയ ഒരു കലാകാരൻ എന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു. അദ്ദേഹമാണ് ഇവിടെ ഇരിക്കുന്നത്. മിമിക്രിയിൽ ഇന്നും അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ ഒരു മിമിക്രി കലാകാരന്മാരും എത്തിയിട്ടില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. താങ്ക് യു സോ മച്ച്, ലവ് യു. തുടർന്ന് ചടങ്ങിൽ താജ് പത്തനംതിട്ടയെ താരോദയം പുരസ്കാരം നൽകി ആദരിച്ചു. കൂടാതെ കലാപ്രവർത്തകരെ ആദരിക്കുകയും കലാമത്സരങ്ങളിൽ പങ്കെടുത്തവർക്ക് സമ്മാനങ്ങളും ഓണക്കിറ്റും നൽകുകയും ചികിത്സാ സഹായം, വിദ്യാഭ്യാസ അവാർഡ്, വനിതാ കർഷക അവാർഡ് എന്നിവയും സമാപന സമ്മേളനത്തിൽ വെച്ച് നടന്നു. താരോദയം സെക്രട്ടറി സുഭഗ ചടങ്ങിൽ നന്ദി പറഞ്ഞു. സാറ് നമ്മൾ നോക്കുമ്പോൾ ഈ സാർ ഇങ്ങനെ ഇരിക്കുന്നു. സാറ് എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാമോ നമ്മളെല്ലാവരും ഇവിടെ ഇന്ന് ഈ വേദിയിൽ ഇരിക്കുന്നത്? ഒരുപാട് കഷ്ടം. നമ്മൾ നോക്കുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇവിടെ വന്നപ്പോൾ എല്ലാം ഓക്കെ ആയി. അതിൻ്റെ പിന്നിൽ ഉറക്കവും ഊണും ഒന്നും ഇല്ലാതെ വളരെയേറെ കഷ്ടപ്പെട്ട് ഈ അവസ്ഥയിലും, സാറിൻ്റെ ഈ അവസ്ഥയിലും പിന്നെ അടുത്തത്, അതുകൊണ്ട് സാറിന് ഒരുപാട് നന്ദി. ഈ അവസ്ഥയിലും സാറ് ഒരു സംരംഭം ഇവിടം വരെ പടുത്തുയർത്തിയതിന്. അടുത്തതായി ഈ ഇരിക്കുന്ന ചേട്ടന്മാർ, അനിയന്മാർ, എൻ്റെ ചേച്ചിമാർ, എൻ്റെ അനിയത്തിമാർ, ഇവരുടെ എല്ലാവരുടെയും നെടുന്തൂണായ ഈ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ ദുർവൽ സിംഗ് സാർ, ഈ സാർ ഇത്രയും ഒരു നല്ല സൗകര്യം ഇവിടെ ഒരുക്കി തരികയും ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് നല്ല രീതിയിലൊരു ഭക്ഷണം തയ്യാറാക്കി തന്ന്
ഈ ആ സാർ പിന്നെ കിച്ചണിൽ സഹായിച്ച എല്ലാ കൂട്ടുകാർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ അടുത്തതായിട്ട് താജ് സാർ പത്തനംതിട്ട. ഞാൻ രാവിലെ ഇവിടെ വന്നു, സാർ ഉച്ചയ്ക്ക് മുമ്പ് ഇവിടെ എത്തി, ഞാൻ കണ്ടിരുന്നു. ഈ സാറ് പത്തനംതിട്ടയിൽ നിന്ന് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടം വരെ എത്തിയത്. പല കാര്യങ്ങളും മാറ്റിവെച്ച് നമ്മളോടൊപ്പം നമ്മളിൽ ഒരാളായി ഈ സാർ ഇവിടെ വന്ന് നമ്മളോടൊപ്പം എല്ലാം സഹകരിച്ചതിന് സാറിന് നന്ദി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ സാറിനെ പറ്റി എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഈ അനിൽ മാധവ് സാറിൻ്റെ കൂടെ എപ്പോഴും കാണും. കഴിഞ്ഞ വർഷം 3ാമത്തെ ആഘോഷം ഇവിടെ വെച്ചായിരുന്നു. അന്ന് ഞാനിവിടെ വന്നായിരുന്നു. ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് സാർ എന്നെ ക്ഷണിച്ചു വേളമാനൂര് ഗാന്ധി ഭവനിൽ. അവിടെ ചെന്നപ്പോൾ ഞാനൊരു കഥാപ്രസംഗം പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഈ സാറിൻ്റെ പ്രോഗ്രാമായിരുന്നു. ഈ സാറ് ഇന്ന് അങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ അവതരിപ്പിച്ചില്ല. അത് കണ്ടിരുന്നു പോകും. നല്ല പ്രോഗ്രാമായിരുന്നു. നമുക്ക് സങ്കടപ്പെടാനും ഉണ്ട്, സന്തോഷിക്കാനും ഉണ്ടായിരുന്നു. സാറ് എന്താണോ എന്തോ ഇന്ന് ഇവിടെ അത് അവതരിപ്പിച്ചതെന്ന് അവതരിപ്പിക്കാനെന്ന് എനിക്ക് അറിയത്തില്ല. അനിൽ മാധവ് സാറ് എന്തിനു വിളിച്ചാലും കൂടെ ഉണ്ടെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഈ താജ് സാറിനും ഇതിനോടൊപ്പം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇവിടെ ഞാൻ രാവിലെ വന്നപ്പോഴത്തോട്ട് ഇവരെ എല്ലാവരും ക്ഷമയോടെ ഇവിടുത്തെ ഈ കുട്ടികളായ അച്ഛന്മാരും അമ്മമാരും എല്ലാവരും ക്ഷമയോടെ അവരുടെ പല അസൗകര്യങ്ങളും പല ശാരീരിക അസ്വസ്ഥതകളും മാറ്റിവെച്ചിട്ട് നമ്മളോടൊപ്പം ഇവിടെ ഞാനത് ശ്രദ്ധിച്ച്, ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇവർ ഈ കാലിങ്ങനെ ഇട്ടേക്കുന്നവർക്ക് കാലിൽ നീര് കയറിക്കൊണ്ടവരുണ്ട്. രാവിലെ നോക്കുമ്പോൾ നീരൊന്നുമില്ല. ഇപ്പോഴും നീരൊക്കെ ഉണ്ട് ഓരോരുത്തരുടെ കാല്. അവരെ അത്രയും നമ്മൾ അത് പിന്നെ സഹിച്ച് ക്ഷമിച്ച് അവരിവിടെ ഇരുന്നില്ലേ, അവർക്ക് പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റെല്ലാവർക്കും ഈ പരിപാടി ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ എല്ലാ പരിപാടിയും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.